ഇനി മൂന്നാമതായിട്ട് വരുന്നൊരു പോയിൻ്റാണ് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു സെൽഫ് ഡിസിപ്ലിൻ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ചേഞ്ച് യുവർ ഡെയിലി റുട്ടീൻസ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ടും നമ്മൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം റെഗുലറായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ സീരീസിൽ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ജിം വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അതേപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന സമയത്തും അതേ ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ അത് എന്തായാലും മുന്നോട്ട് പോവില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡെലിബറേറ്റ് പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാം, അങ്ങനൊരു ആത്മവിശ്വാസം ഉണ്ട് നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, വിൽ ഡു ബെറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലും, സ്വാഭാവികമായിട്ടും കൂടുതലും നമ്മൾ അതിൽ ഫെയിൽ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇംഗ്ലീഷുമായിട്ട് ടച്ച് ഉണ്ടായിരിക്കും. അതുവഴി നമുക്ക് ഫ്ലുവൻസിയിലേക്ക് നേരെ ചെല്ലാനും പറ്റും. ഇവിടെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു ചെറിയ ഉദാഹരണമാണ്. ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടതാണ്. അതായത് ഒരു സിംഗറോട് ചോദിക്കുന്ന ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസേർട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, താങ്കൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാനിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അതെൻ്റെ ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതേ സമയം ഞാനൊരു 4 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു 3 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അതെൻ്റെ വൈഫിന് പെട്ടെന്ന് പിടികിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് പ്രാക്ടീസ് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ റിഹേഴ്സൽ എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്തും അത് തന്നെയാണ്. നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ എനിക്ക് ടച്ച് വിട്ടുപോയി, ഇതിൻ്റെ ഒരു 2 കൊല്ലം മുന്നേ വരെ ഞാൻ നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് ടച്ച് വിട്ടുപോയി എന്നുള്ളത്. അതിന് ഈ ടച്ച് വിട്ടു പോകുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് നമ്മൾ കുറച്ച് വരുന്ന സമയത്ത് ഏത് ഭാഷയാണോ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ഫ്ലുവൻ്റ് ആവുകയാണ് ചെയ്യുക. മലയാളം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മലയാളത്തിലുള്ള പല വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. അതിൽ നമ്മൾ കൂടുതൽ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, വൊക്കാബുലറി ബിൽഡിംഗ് ആയാലും ഏത് കാര്യത്തിലായാലും ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി അതേ സംഭവം നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇപ്പോൾ നിങ്ങൾ മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ ഇംഗ്ലീഷിലാണ് ആക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വൊക്കാബുലറി ബിൽഡിംഗ്, ലിസണിങ് പവർ, ഇനി അതിൽ റീഡിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം.